ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആതുര ശുശ്രൂഷ രംഗം സമൂഹം ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അടിമാലി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട്. ആശുപത്രിയുടെ മുഖച്ഛായ ആകെ മാറുന്നുണ്ട്. പക്ഷേ ചില വിവാദങ്ങൾ അവിടെ പുകയുന്നു. ഇന്നത്തെ ചർച്ച അതുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാൻറ്റി ബേബി അവരാണ്. സ്വാഗതം സർ. മാഡം, ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ഏറെ. അതങ്ങോട്ട് ചോദിക്കാനുള്ള പ്രധാന കാരണം, ബ്ലോക്ക് പഞ്ചായത്തിന് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അധികാരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. തന്നെയല്ല, ബ്ലോക്ക് പഞ്ചായത്തിലെ ഫണ്ടിൻ്റെ നല്ലൊരു വിഹിതവും അടിമാലി താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. കാര്യത്തിൽ ചിത്തിരൂർ ആശുപത്രിക്ക് വേണ്ടിയും ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ചില വിവാദങ്ങൾ വല്ലാതെ പുകയുന്നുണ്ട് പലപ്പോഴും. വിവാദങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ആശുപത്രിയുടെ കെട്ടുമട്ടുമൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ പണ്ടത്തെ ആശുപത്രിയല്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇപ്പം 2018 തൊട്ട് ഇങ്ങോട്ടുള്ള ഫണ്ടുകൾ, അത് UDFും LDFും മാറി മാറി ഭരിക്കുകയുണ്ടായി. അങ്ങനെ ഭരിച്ച സമയത്തൊക്കെ വന്ന ഫണ്ടുകളൊക്കെ ഹോസ്പിറ്റലിൻ്റെ, നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ടോ? സാർ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 2 ആശുപത്രികളാണ് താലൂക്ക് ആശുപത്രിയും CHC ചിത്തിരപുരവും. നമുക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ സിംഹഭാഗവും നമ്മൾ ചെലവഴിക്കുന്നത് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം നമുക്കറിയാം, സാധാരണക്കാരായ നിരവധി ആൾക്കാർ നിരന്തരം വരുന്ന ഒരു ഹോസ്പിറ്റലാണ് താലൂക്ക് ആശുപത്രി. അതുപോലെ തന്നെ ചിത്തിരപുരം ഹോസ്പിറ്റലിലും സാധാരണക്കാരായ നിരവധി രോഗികളായിട്ടുള്ള ആൾക്കാർ വരാറുണ്ട്. നമ്മൾ ഈ ഒരു 5 വർഷം കൊണ്ട് ഏകദേശം 8 കോടി രൂപയോളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തന്നെ ആയിട്ട് നമ്മൾ ആശുപത്രികളിലല്ല, താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CHC ചിത്തിരപുരം ഹോസ്പിറ്റലും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇത്രയും പാവപ്പെട്ട ആൾക്കാർ വരുന്ന ആശുപത്രിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ, നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉദ്ദേശം. അതിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ അംഗങ്ങളും ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ വന്ന മാറ്റം നിസ്സാരമല്ല. പ്രത്യേകിച്ച് ചിത്രപുരത്ത് അത്രയൊന്നും കാണാനില്ലെങ്കിൽ പോലും, ചിത്രപുരത്തുണ്ട്, വികസനമുണ്ട്, ഇല്ലെന്നല്ല, പഴയ അപേക്ഷിച്ച് കാണുവാനുണ്ട്. പക്ഷേ അടിമാലിയെ സംബന്ധിച്ച് അതിൻ്റെ ഇൻഫ്രായിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ടൗണിനോട് ചേർന്നിരിക്കുന്ന 2 ബിൽഡിംഗ് വളരെ ഭംഗിയാർന്ന് പണിത് വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പുതുതായി പണിതിരിക്കുന്ന ബിൽഡിങ്ങിൽ എല്ലാ നിലയും തന്നെ ഔട്ട് പേഷ്യൻ വിഭാഗത്തിനായി പണിതു എന്നുള്ളത് സത്യത്തിൽ ശരിയോ തെറ്റോ? പുതിയ ബിൽഡിങ്ങിൽ കാർഡിയോളജി OP ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അത് പണി തീർന്ന് ഉദ്ഘാടനം കഴിയുമ്പോൾ എല്ലാ OPയും അതിനകത്തോട്ട് മാറ്റുക എന്നൊരു ഉദ്ദേശവും നമുക്കുണ്ട്. അങ്ങനെ ഒരു ഉദ്ദേശത്തെക്കുറിച്ച് അറിഞ്ഞു ഞാൻ, അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ബിൽഡിംഗ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിത് കഴിച്ചിരിക്കുന്നത്. അപ്പം നിലവിലുള്ള ഔട്ട് പേഷ്യൻ വിഭാഗത്തിന് വേണ്ടി ഇപ്പം നിൽക്കുന്നത് വളരെ പരിമിതപ്പെട്ട സൗകര്യമാണ്, അല്ലെങ്കിൽ അത് അസൗകര്യം നിറഞ്ഞതായതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? അതെ, ആ ബിൽഡിങ് പഴയ ബിൽഡിങ്ങാണ്. അത് മറ്റ് ആവശ്യങ്ങൾക്ക്, അതുപോലെ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റാനാണ് അതിനുശേഷം ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പണി തീർന്ന് ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ ഇപ്പം നിലവിലുള്ള ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നിലവിൽ 2 ബിൽഡിങ്ങുകൾ പക്ഷേ വളരെ മനോഹരമാണ്. അതിന്റെ പണിയും ഒക്കെ നന്നായി തന്നെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് അഴിമതി ആരോപണങ്ങളൊന്നും അധികം കേട്ടതുമില്ല. നല്ല മോണിറ്ററിങ് അതിനകത്ത് നടന്നിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എന്നറിയാൻ കഴിഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ വളരെ പരാതികൾ ഉയരുന്നൊരു ഭാഗമുണ്ടല്ലോ, നമ്മുടെ മെറ്റേണിറ്റി വാർഡ്, ഒപ്പം തന്നെ ലേബർ റൂം. ഇത് പ്രവർത്തിക്കുന്നത് വളരെ പഴകിയ കെട്ടിടത്തിലാണെന്നും അത് ഏത് നിമിഷവും അപകടാവസ്ഥയിലുള്ളതാണെന്നും വളരെ പേടിച്ചാണ് അവിടെ ഈ ട്രീറ്റ്മെൻറ്റിന് എത്തുന്നവർ കഴിയുന്നതും എന്നൊക്കെ ഒരു ആക്ഷേപമുണ്ടല്ലോ. മെറ്റേണിറ്റി വാർഡ് അൺഫിറ്റാണ് എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ പേടിക്കേണ്ടതായ അവസ്ഥകൾ അതിനകത്തുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും അൺഫിറ്റാണ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മളത് മാറ്റേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ
ഒരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്ന PP യൂണിറ്റ് ഉൾപ്പെടുന്ന ഭാഗം മെയിൻ്റനൻസ് നടത്തിക്കൊണ്ട് ഇത് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന കാഷ്വാലിറ്റി ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, കാഷ്വാലിറ്റിയുടെ ഫസ്റ്റ് ഫ്ലോർ, മുകളിലത്തെ ഫ്ലോർ, താഴെയാണ് കാഷ്വാലിറ്റി, ഗ്രൗണ്ട് ഫ്ലോറാണ് കാഷ്വാലിറ്റി. അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അതിന്റെ പണി പൂർത്തീകരിച്ച് സൂചിപ്പിച്ചല്ലോ. അപ്പൊ അത് വാർഡായി പ്രവർത്തിക്കല്ലേ ഇപ്പൊ നിലവിൽ? ഫസ്റ്റ് ഫ്ലോറിലെ വാർഡായി പ്രവർത്തിക്കുന്ന ഭാഗത്തേക്ക് ഇതിപ്പം നമ്മൾ ഇതിന്റെ മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ലേബർ റൂം ഉൾപ്പെടുന്നത് PP യൂണിറ്റിലാണ്. അവിടെ 4 റൂമുകളുണ്ട്. ആ 4 റൂമുകൾ ഇതിനാവശ്യമായിട്ടുള്ള പരിവർത്തനങ്ങൾ വരുത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും അവിടുന്ന് ആ റാമ്പ് വഴി കൊണ്ടുവന്ന പാലം കൊടുത്ത് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള, അറിയാലോ, ആദിവാസികൾ ഉൾപ്പെടെ, ഗോത്രവർഗ വിഭാഗക്കാർ ഉൾപ്പെടെ നൂറുകണക്കിന് ഗർഭിണികൾ എത്തുകയും പ്രസവം നടക്കുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി. അതിൻ്റെ ഒരു കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത് സത്യത്തിൽ അങ്ങ് കാന്തല്ലൂർ, വട്ടവട ഒക്കെ നമ്മുടെ അതിർത്തി പ്രദേശം വരെ ഉണ്ടല്ലോ. അവിടെ നിന്നൊക്കെ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെ എത്തുന്നതുമായി ബന്ധപ്പെട്ട്, ഈ പ്രസവവുമായി ബന്ധപ്പെട്ട്, ശിശു സംരക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് പ്രത്യേക പരിഗണനയുണ്ട്, ശ്രദ്ധയുണ്ട്. അത് അങ്ങേക്ക് അറിയാവുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഒരു പുതിയ കെട്ടിടം പണിതപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതിരുന്നത്? അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് അന്ന് അൺഫിറ്റ് ആയിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് അൺഫിറ്റ് ആണെന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അത് കിട്ടിയപ്പോഴാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കാലത്ത് ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ വളരെ തിരക്കുണ്ടായിരുന്ന ഗൈനക്കോളജിയിൽ ഇപ്പോൾ തിരക്ക് താരതമ്യേന കുറവാണെന്ന് കേൾക്കുന്നു. അത് എന്ത് സംഭവിച്ചതാവും? അതെ, ഇപ്പോൾ പഴയ പോലെ ഒരു തിരക്ക് ഇപ്പം നമ്മുടെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഉണ്ടാകുന്നില്ല. അത് ജനങ്ങൾക്കുള്ള ഒരു പ്രത്യേക താല്പര്യം വേറെ വല്ലയിടത്തും പോകാനാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ സീനിയർ ഡോക്ടർ റിട്ടയർമെന്റ് ആയതിൻ്റെ ഒരു പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന ഡോക്ടേഴ്സൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടറാണ് ഇപ്പോൾ ഇരിക്കുന്നവരൊക്കെ തന്നെ. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർക്കൊരു അത് അക്കാര്യത്തിലൊന്നും സംശയമില്ല. ഇരിക്കുന്ന ഡോക്ടർമാരെ കുറിച്ചൊന്നും ഒരു ആക്ഷേപവും ആരും പറയുന്നില്ല. എല്ലാവരുടെയും പ്രാഗൽഭ്യം, പ്രത്യേകിച്ച് സർക്കാർ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ വളരെ മെറിറ്റോടുകൂടി തന്നെ വരുന്നവരാണല്ലോ. ക്വാളിഫൈഡ് ആണ്. തന്നെയല്ല, മെറിറ്റിലൊന്നും ആർക്കൊരു സംശയമില്ല. അവരുടെ കഴിവിലും ആർക്കും സംശയമില്ല. പിന്നെ അവരുടെ ജോലി ഭാരം കൊണ്ട് മാത്രം അവർക്ക് എല്ലാവരെയും വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സർക്കാർ ആശുപത്രി നേരിടുന്നുണ്ടല്ലോ. അത് എല്ലായിടത്തും ഉള്ളതുപോലെ ഇവിടെയുണ്ട്. പക്ഷേ ഗൈനക്കോളജി വിഭാഗം എന്ന് പറയുന്ന അടിമാലിയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ പിരിയുന്നവരെ വളരെ പേരും പ്രശസ്തി ഉണ്ടായിരുന്നതാണ്. അതിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായിരിക്കാം, പക്ഷെ വേക്കൻസി എല്ലാം ഫില്ലാണോ? വേക്കൻസി ഫില്ലാണ്. വന്നിരിക്കുന്ന ഗൈനക്കോളജി ഡോക്ടർമാരും നല്ല പ്രഗത്ഭരാണ്. ഏത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് അവർ പ്രാപ്തരുമാണ്. പിന്നെ സീനിയർ ഡോക്ടറിന്റെ ഒരു അഭാവമാവാം, ആയിരിക്കാം. തന്നെ വിശ്വാസമുള്ള ചില ഡോക്ടറുടെ അഭാവം പെട്ടെന്ന് പരിഗണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ബാധിച്ചിട്ടുണ്ടാവാം. സീനിയർ ഡോക്ടർമാർ ഇപ്പൊ കുറവാണല്ലോ ഗൈനക്കോളജി വിഭാഗത്തില്. ഡോക്ടർ സത്യബാബു പോയതിനു ശേഷം അത്രയും സീനിയർ ആയിട്ടുള്ള ഡോക്ടർ ഇല്ലാത്തതാവാം ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ ഡോക്ടർമാർ പിരിയുമ്പോഴൊക്കെ അവർക്ക് വേണ്ടുന്ന വലിയ വലിയ ഈ യാത്രയയപ്പുകൾ കാര്യങ്ങൾ, വളരെ ജനകീയരായ ഡോക്ടർമാരും ജനകീയരായ ആരായാലും, അതിപ്പോൾ ഏത് സ്ഥാപനമായാലും സ്കൂളായാലും മറ്റു മേഖലകളിലൊക്കെ പിരിയുമ്പോൾ അവരുടേതായ അർഹതയ്ക്കൊത്ത ഒരു യാത്രയയപ്പുകൾ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ. അത് നമ്മൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് അതിനകത്തൊരു പങ്കുവഹിക്കാനുണ്ടോ? നമ്മളും അതിൽ പങ്കാളികളാകാറുണ്ട്. ഈ സാധാരണ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ അത് നല്ല സമുചിതമായി നടക്കാറുണ്ടോ? അതൊക്കെ ഇപ്പം സാറ് ചോദിച്ചതുപോലെ അതൊക്കെ ചിലപ്പോൾ ചിലർക്ക് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു താല്പര്യത്തിന് നമ്മൾ വിട്ടുകൊടുത്തിട്ട് വളരെ ചെറുതായ രീതിയിൽ നമ്മൾ നടത്തും. താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ ഒരു രീതിയിൽ ചെയ്യും. അത് പോട്ടെ, നമ്മുടെ ഒരു വിഷയമായിട്ട് ചോദിച്ചതല്ല. താരതമ്യേന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ആരാഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടിമാലി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കേൾക്കാൻ തുടങ്ങുന്ന ഒട്ടേറെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന, ആശ്രയിക്കുന്ന ഒരു മേഖല ഈ കാത്ത് ലാബുമായി ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ച് കാർഡിയോളജി വിഭാഗം. നമ്മുടെ എത്ര കാലത്തെ മുറവിളിയാണത്, എത്ര നാളത്തെ ആഗ്രഹമാണ്. ഒരാൾക്കൊരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു കാർഡിയാക് പ്രശ്നങ്ങൾ എന്തുണ്ടായാൽ പോലും അത് നമുക്ക് ഈ നേരുമംഗലം കാട് കടക്കാൻ കഴിയില്ല.
അതിനു മുമ്പ് സംഗതി തീരും. അപ്പോൾ അതിപ്പോൾ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അടുത്ത അടിമാലിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇതൊക്കെ ആരംഭിക്കുകയും ആൻജിയോപ്ലാസ്റ്റി അതുപോലെ തന്നെ ആൻജിയോഗ്രാം തുടങ്ങിയ സംഗതികളൊക്കെ വന്നത് വലിയ കാര്യമാണ്. ഹൈ റേഞ്ചിനെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ്. പക്ഷെ ഇവിടുത്തെ സാധാരണക്കാർക്ക് അതൊക്കെ വലിയ കോസ്റ്റ്ലി ആണെന്ന് മാഡത്തിനറിയാലോ. അതൊന്നും പോലെ പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരുണ്ട്, കൂലിപ്പണിക്കാരൻ, ഈ അന്നന്നത്തെ അപ്പം കൊണ്ട് അല്ല വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഏകാശുപത്രിയാണിത്. ഇപ്പോൾ ഒരു ഡോക്ടറെ അവിടെ വെച്ചെന്ന് കേട്ടു, ഒരു കാർഡിയോളജിസ്റ്റിനെ. കാത്ത് ലാബ് വരുന്നില്ല, അതേ വന്നില്ല എന്നൊക്കെയുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അടിമാലിയിലെ തന്നെയല്ല, നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഒരു കാർഡിയോളജി വിഭാഗം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വരിക എന്നുള്ളത്. അതിനുള്ള ഒരു ബിൽഡിങ്ങും സൗകര്യങ്ങളുമാണ് നമ്മളിപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അവിടെ എക്കോ മിഷനുണ്ട്, TMT മിഷനുണ്ട്, ഇതിനാവശ്യമായ ചെറിയ ICUവിൻ്റെ സംവിധാനമുണ്ട്. എല്ലാ സംവിധാനങ്ങളും നമ്മുടെ പുതിയ ബിൽഡിങ്ങിൽ സജ്ജമാണിപ്പോൾ. അപ്പോൾ ഇത് മൊത്തം ആൾക്കാരുടെ, അതായത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതും HMCയുടേതും ആശുപത്രിയുടെ നമ്മുടെ നാട്ടിലുള്ള മൊത്തം ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് അവിടെ ഒരു കാർഡിയോളജി ഡോക്ടർ വരിക എന്നുള്ളത്. അതിന് പ്രകാരം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കുകയും നമ്മൾ ചെന്ന് DMOയെ കാണുകയും DMOയ്ക്ക് അപേക്ഷ കൊടുക്കുകയും സൂപ്രണ്ടിൻ്റെ ലെറ്റർ കൊടുക്കുകയും ഒക്കെ ചെയ്തു. ചെന്ന് കണ്ടപ്പോൾ കാർഡിയോളജി ഡോക്ടറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കാർഡിയോളജി ഡോക്ടർ വരാൻ വില്ലിങ് ആയതുമാണ്. ഡോക്ടർ കരോൾ ജോസഫ് എന്നാണ് ആ ഡോക്ടറുടെ പേര്. അതായത് ഫുൾ ടൈം അല്ല, ആഴ്ചയിൽ 1-2 ദിവസം. ഒരു ദിവസമാണ് DMO നിയമിച്ചത്. അതിൻ പ്രകാരം DMO വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും. ഡോക്ടർ കാർഡിയോളജിസ്റ്റ് ആണോ കാർഡിയാക് സർജൻ ആണോ? കാർഡിയോളജിസ്റ്റ്. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഡോക്ടർ കരോൾ ജോസഫിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഓർഡർ ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഇറങ്ങി. ആരാണ് ഓർഡർ ഇറക്കിയത്? DMO, ഇടുക്കി DMO, മെഡിക്കൽ ഓഫീസർ. അപ്പോൾ അങ്ങനെ ഓർഡർ നമ്മുടെ ആശുപത്രിയിൽ കിട്ടുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും. ഈ ഡോക്ടർ ഇപ്പം നിലവിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന ഡോക്ടറാണ്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിലും ഡോക്ടറിന് 2 ദിവസത്തെ സേവനം ഉണ്ടായിരുന്നു. അപ്പൊ നെടുങ്കണ്ടത്ത് ഓൾറെഡി ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അവിടുത്തെ താലൂക്ക് ആശുപത്രി ഉണ്ട്, താലൂക്ക് ആശുപത്രി തന്നെയാണ്. അപ്പം കാഞ്ഞിരപ്പള്ളിയിലെ 2 ദിവസത്തെ സേവനം അവസാനിപ്പിക്കുകയും ഇങ്ങോട്ട് വരാൻ വില്ലിങ് ആകുകയും ചെയ്തതാണ്. അതിനുള്ള ഓർഡർ ഇറങ്ങിയതാണ്. എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. 2 ദിവസത്തിനുള്ളിൽ ആ ഓർഡർ ക്യാൻസൽ ചെയ്തു എന്ന് DMO വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ DHSൻ്റെ അടുത്ത് ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാവാം, MLA ആരാന്ന് നമുക്കറിയില്ല, വലിയ പ്രഷർ ചെലുത്തിയാണ് ആ ഓർഡർ ക്യാൻസൽ ചെയ്യിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിയ പ്രഷർ ചെലുത്തിയാണല്ലോ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിന്റെ പിന്നിൽ ആരായിരുന്നു? അതിന്റെ പിന്നിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പോയി DMOയെ കാണുകയും അപേക്ഷ കൊടുക്കുകയും ചെയ്തു. സൂപ്രണ്ടിനെ കൊണ്ടും അപേക്ഷ കൊടുപ്പിച്ച് സൂപ്രണ്ടും അപേക്ഷ കൊടുത്തു. ബോധ്യപ്പെട്ടതാണ്. ഓർഡറിൽ എങ്ങനെയായിരുന്നു മാഡം? ഓർഡറിൽ വന്നിരിക്കുന്നത് ഡോക്ടർ കരോൾ ജോസഫിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് നിയമിച്ചുകൊണ്ട് ഓർഡർ ആകുന്നു എന്നാണ് പറഞ്ഞത്. ആഴ്ചയിൽ ഒരു ദിവസം. അതിനുശേഷം DMOയായിട്ട് സംസാരിച്ചപ്പോൾ DMO പറയുകയുണ്ടായി, ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ആഴ്ചയിൽ 2 ദിവസമാക്കി തരാമെന്ന്. നമുക്കറിയാം ഇപ്പൊ ഈ കോവിഡിന് ശേഷം നോക്കി നിൽക്കുമ്പോൾ ആൾക്കാർ കുഴഞ്ഞു വീണു മരിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ വലിയ ആശുപത്രിയിൽ കൂടെ പോകുവാൻ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പോലും വീടിന്റെ മുറ്റത്ത് പോലും ഇറങ്ങുന്നതിന് മുമ്പ് ആള് മരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങ് പറഞ്ഞത് ശരിയാണല്ലോ. ഇപ്പൊ ഇന്നലെ CPIയുടെ MLA പീരുമേട് MLA വാടൂർ സോമൻ മരിച്ചതും ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും കുഴഞ്ഞു വീണാണ്. നിരവധി നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ ഒരു ചെറുപ്പക്കാരായ സംവിധാനങ്ങളും ഉണ്ടായിട്ട് തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ എത്തിച്ചിട്ട് ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടുന്ന് താഴെ വരെ എത്തിക്കുന്ന ഒരു കിലോമീറ്ററുകൾ ചെല്ലണം ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ. ഇവിടെ ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടെങ്കിൽ ഇവിടെ കയറ്റി അത്യാവശ്യ സേവനങ്ങൾ നൽകിയതിനു ശേഷം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ സീരിയസ് ആണെങ്കിൽ കൊണ്ടുപോകാൻ ഒരു മൈനർ അറ്റാക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ICU ഒക്കെ സംവിധാനം ഉണ്ട്, ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ കൊറോണ അതല്ല ഒരു മേജർ സംവിധാനം എന്ന് പറയുന്ന സംവിധാനം നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടോ? CCU സംവിധാനമുണ്ട്. അത് നമ്മൾ ഇവിടെ ചെയ്യണമെങ്കിൽ ഏകദേശം 9 കോടി രൂപയുടെ ഉപകരണങ്ങളും കൂടെ വരണം. വരണം. അത് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മൈനർ ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റിനെ ഒരു വൺ ഡേ വെച്ചാൽ നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു വെന്റിലേറ്റർ സൗകര്യം നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. മിനി വെന്റിലേറ്റർ ഉണ്ട്. നമുക്ക് എക്കോ ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്.
വന്നിട്ടുണ്ട്. ഉണ്ട്. ആ അപ്പൊ ഒരു കാർഡിയോളജിസ്റ്റിന്റെ സഹായം ഇല്ലാതെ അത് ചെയ്യാനാവില്ല. പറ്റില്ല. കാർഡിയോളജിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ഇത് ഹൃദയ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എക്കോ ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ കഴിയും. ECG പണ്ടേ ഉണ്ടല്ലോ. ECG നിസ്സാരമായ കാര്യമാണ്, അത്ര വലിയൊരു കാര്യമല്ല. ഇപ്പൊ ഈ നമ്മുടെ ഭരണം സംബന്ധിച്ച ഏറ്റതിന് ശേഷം 24 മണിക്കൂറും കാഷ്വാലിറ്റി, അതുപോലെ തന്നെ ECG, ഫാർമസി എല്ലാം 24 മണിക്കൂറും ഉണ്ട്. എക്സ്റേ സംവിധാനമുണ്ട്. 24 മണിക്കൂറും ഇല്ലെങ്കിൽ പോലും എക്സ്റേ സംവിധാനം രാത്രി ഒരു 8 മണി വരെയൊക്കെ ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്, നിലവിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാർഡിയോളജിസ്റ്റ് ഒരു ദിവസത്തേക്ക് വന്നാൽ നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലല്ലോ. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇപ്പോൾ ഡോക്ടർ വരുന്ന ദിവസം തന്നെ അറ്റാക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഫുൾ ടൈം ഡോക്ടറെയാണ്, ഒരു കാർഡിയോളജിസ്റ്റിനാണ് ആവശ്യം. ഫുൾ ടൈം ഒരു ഡോക്ടറുടെ സേവനം വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ 9 കോടി രൂപയുടെ മെഷീൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ സംവിധാനവും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം തൽക്കാലം ഒരു ചെറിയ ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താൽക്കാലിക പരിഹാരമായിട്ട് ചെയ്യാവുന്ന. ഇപ്പൊ ഡോക്ടറുള്ള ഒരു ദിവസം ഒരാൾ വന്നാൽ പെട്ടെന്ന് ഒരു ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്നാൽ അതിനുള്ള സംവിധാനം ഉണ്ടായില്ല. ഇല്ല. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ അങ്ങനെ നമുക്കിപ്പോ അതിനുള്ള സംവിധാനം അത് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? എക്കോ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്ക് താൽക്കാലികമായി ആശ്വാസത്തിനുള്ള മരുന്ന് കൊടുക്കുക. താൽക്കാലികമായി ആശ്വാസം കൊടുക്കുക. ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ എത്തിക്കാൻ, ഇച്ചിരി സീരിയസ് ആണെങ്കിൽ ഇവിടെ താൽക്കാലിക ആശ്വാസം കിട്ടുവാണെങ്കിൽ ഒരു നല്ല ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും. പിന്നെ അത്ര ഒരു സീരിയസ് അല്ലാത്ത കേസാണെങ്കിൽ പുള്ളി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിസിഷ്യന്മാർക്ക് പുള്ളി വരുന്നത് വരെ നോക്കുകയോ ചോദിച്ച അഭിപ്രായങ്ങൾ തേടി അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാത്ത് ലാബ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പൂർണ്ണമായി ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ? ഇപ്പോൾ നിലവിൽ ഇത്രയും മെഷീൻസ് നമുക്കുള്ളൂ. ഇത് വെച്ചുള്ള സേവനങ്ങളെ ഇപ്പോൾ പറ്റുള്ളൂ. കാത്ത് ലാബിൻ്റെ എല്ലാ സേവനങ്ങളും, CC യൂണിറ്റിൻ്റെ എല്ലാ സേവനങ്ങളും നമുക്ക് വേണമെങ്കിൽ ഈ 9 കോടി രൂപയുടെ മെഷീൻസ് വരികയും ഡോക്ടർ ഫുൾ ടൈം വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റ്, ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ടാവണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഈ ചെറിയ തോതിലെങ്കിലും ഇത് ചെയ്തു വെക്കുകയും ചെറിയ ആശ്വാസം ജനങ്ങൾക്കുണ്ടാകുകയും ചെയ്യട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഇതുമായിട്ടും ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം അതിന്റെ കാലാവധി ഏതാണ്ട് അവസാനിക്കുകയാണ്. ഡിസംബറിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന്റെ വിജ്ഞാപനമൊക്കെ അധികം താമസിയാതെ പുറത്തിറങ്ങും. 1-2 മാസത്തിനുള്ളിൽ പുറത്തിറങ്ങും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. അപ്പോൾ അതിനു മുമ്പ് ഈ പരിപാടികൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഡോക്ടറെ വരുത്തണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ആഗ്രഹിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഡോക്ടർ കരോൾ വരാൻ തയ്യാറാകുകയും അദ്ദേഹത്തിൻ്റെ ഓർഡർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. ഡോക്ടർ കരോളിനെ പേഴ്സണലായി ബ്ലോക്ക് കമ്മിറ്റി കാണുകയുണ്ടായോ? ഡോക്ടർ കരോളിനെ പേഴ്സണലായിട്ട് കാണുകയുണ്ടായില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പുള്ളിയായിട്ട് വിളിച്ച് സംസാരിച്ചതാണ്. പുള്ളി വരാൻ തയ്യാറാണ്. അതെ, നമ്മുടെ നാട്ടിൽ സേവനം ചെയ്യണമെന്നുള്ളത് പുള്ളിയുടെ വലിയ ആഗ്രഹമാണ്. അപ്പോൾ DMO ഇട്ട ഓർഡർ DMO തന്നെ ക്യാൻസൽ ചെയ്തു. DMO ക്യാൻസൽ ചെയ്യുകയും DHSൽ നിന്ന് ഓർഡർ വേണം, DHS ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് തന്നെയല്ല, ഒരു ജില്ലയിലുള്ള എൻ്റെ ഒരു അറിവനുസരിച്ച്, തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, ജില്ലയിലുള്ള മാറ്റങ്ങൾക്ക് DMOയ്ക്ക് അധികാരമുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് എനിക്കറിയില്ല. ജില്ലയിലുള്ള ഡോക്ടർമാരുടെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് DMO ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ വന്ന കാര്യത്തിനാണ് നമുക്കിപ്പോൾ സംശയം. ഇതിന്റെ മുകളിൽ ആരെങ്കിലും ഭരിക്കുന്ന സംവിധാനങ്ങളാവാം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, അതാരാന്ന് നമുക്കറിയില്ല. പോസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അവിടെ ആളില്ല എന്നുള്ള കാരണം മതി. നേരെ മറിച്ച് പോസ്റ്റ് ചെയ്ത ആളെ ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ പ്രത്യേക ഒരു കാരണം പറയണമല്ലോ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, DHSൽ നിന്നാണ് ഇതിന്റെ പോസ്റ്റിംഗ് നടത്തേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. DHSൽ നിന്ന് പോസ്റ്റിംഗ് നടത്തേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നിൽ ചില രാഷ്ട്രീയമായ കളികൾ ഉണ്ട് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട ഓർഡർ ഇത്രയും പെട്ടെന്ന് പിൻവലിക്കുകയും അത് നടപ്പിലാകാതെ വരികയും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതെന്തിനാണ് ഈ ജനങ്ങൾക്ക് സേവനം കിട്ടുന്ന, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സംവിധാനത്തെ പെട്ടെന്ന് നിരാകരിക്കുന്നത് എന്തുകൊണ്ടാവും? അതാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം. അതാണ് കാരണം. എന്നാന്ന് ചോദിച്ചാൽ, ഒരു വികസനം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെയും സ്വന്തമല്ല. കാരണം ഏത് നാട്ടിൽ ഏത് വികസനം വന്നാലും അത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അവിടെ ചെയ്തിരിക്കണം. ഇപ്പം നമ്മൾ പറയുന്നുണ്ട്, ദേവികുളത്ത് ഏകദേശം 73 കോടി രൂപയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നു. എല്ലാവർക്കും നല്ലതാണത്. കാരണം ഒരു നാട്ടിൽ വരുന്ന വികസനം എന്ന് പറയുന്നത് ആ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, നമുക്കും എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടെ ചെല്ലാനായിട്ട് സാധിക്കും. പല നാടുകളിൽ നിന്നും ആൾക്കാർക്ക് മികച്ച സേവനം കിട്ടുന്ന ആശുപത്രി
ആശുപത്രിയിൽ ചെല്ലാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് നാട്ടിലാണെങ്കിലും ഏത് വികസനം വന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ കൊണ്ടുവന്നാലും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് ആരും അതിൻ്റെ പുറകിൽ നിന്ന് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിലുപരിയായി അതിനെ കഴിഞ്ഞ് നല്ല രീതിയിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് കാരണം ഞാൻ ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പല വികസനങ്ങളും പല സ്ഥലത്തും വരുമ്പോൾ ആരും അതിനെ നിരാകരിക്കേണ്ട കാര്യമില്ല. കാരണം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ അവകാശമാണ്. നമ്മളെ ജയിപ്പിച്ചു വിടുമ്പോൾ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ജനങ്ങളുടെ അവകാശമാണത്. അതിനുവേണ്ടിയാണ് ജനങ്ങൾ നമ്മൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നമ്മൾ മത്സരിക്കും. പക്ഷെ ജയിച്ചു വരുന്നവർ ജനങ്ങളുടെ പ്രതിനിധികളാണെന്നുള്ളൊരു വിശ്വാസം വേണം. ജനങ്ങൾക്ക് വേണ്ടി ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് തടസ്സം നിൽക്കാതെ അതിന് നിന്നുകൊണ്ട് അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ ഏകദേശം 3 ടൈമുകളിലായിട്ട് ഒരു ജനപ്രതിനിധിയായിട്ടിരുന്നയാളാണ്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. കേവലം ഒരു ദിവസം കൊണ്ട് ആളുകൾക്ക് അതിൻ്റെതായ ഗുണം ഫലം ഉണ്ടാവില്ല എന്നും അതിൽ കൂടുതൽ സേവനം കിട്ടുന്ന തരത്തിലേക്ക് ഒരു ഡോക്ടറെ പോസ്റ്റ് ചെയ്യിക്കാനാണ് ഇത് ക്യാൻസൽ ചെയ്യുന്നതെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. അത് ഞാൻ കേട്ടില്ല. അങ്ങനെ ഒരു വർത്തമാനം നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നിലനിർത്തിക്കൊണ്ട് ബാക്കി ചെയ്യണം. ഇത് തുടക്കം ഇങ്ങനെ ആവട്ടെ, ബാക്കി ഇതിന്റെ പിന്നാലെ നമ്മൾ കൂട്ടിച്ചേർക്കണം. തുടക്കം നിരാകരിച്ചുകൊണ്ടാവരുത് കൂടുതൽ വികസനത്തിലേക്ക് പോകുന്ന തുടക്കം അങ്ങനെ നിലനിർത്തിക്കൊണ്ട്. ഇപ്പം ഡോക്ടർ കരോൾ ആഴ്ചയിൽ ഒരു ദിവസം വരികയാണ്, നമുക്ക് ഇതിനകത്ത് ഫുൾ ടൈമാണ് വേണ്ടതെങ്കിൽ ഇതോടൊപ്പം ബാക്കി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം. അതല്ലേ വേണ്ടത്? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സത്യത്തിൽ ഇങ്ങനെ ഒരു തർക്ക വിതർക്കങ്ങളുടെ ആവശ്യം ഇത്തരം ആതുര ശുശ്രൂഷ രംഗത്ത് ആവശ്യമില്ല. ആതുര ശുശ്രൂഷ രംഗത്ത് തന്നെയല്ല, ഒരു വികസന പ്രവർത്തനങ്ങളിലും ആവശ്യമില്ല. ഇത് പ്രത്യക്ഷമായി ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ വേദനയുമായി ബന്ധപ്പെട്ട, രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഈ പെയിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രെയർ എന്ന ലോകത്തെ വലിയ എഴുത്തുകാരൻ കസാൻ സാക്കിസ് പറഞ്ഞു, വേദനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇത്തരം കളികളല്ല. പക്ഷേ ഈ കളികൾ എന്ന് പറയുന്നത് നമുക്കറിയാനാവില്ല. ഇത് കളികളാണോ എന്താണെന്ന് അറിയില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങോട്ട് പറയട്ടെ, ഇപ്പം 18-ലെ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ വലിയ പ്രളയം ഉണ്ടായി. ഉമ്മൻചാണ്ടി അടിമാലിയിൽ വരിക. അപ്പോൾ ഞാനൊക്കെ അതിന് സാക്ഷികളാണ്. അദ്ദേഹം നേരിട്ട് ആളുകളുമായി സംവദിക്കുന്നതിന് സാക്ഷിയാണ്. അപ്പോൾ അദ്ദേഹം വന്നു പോയപ്പോഴാണ് ഒരു വലിയ ഫണ്ട് 8 കോടി രൂപയോ മറ്റത് 7 കോടിയാണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇപ്പോൾ അതിവിടെ അനുവദിക്കാൻ തുടങ്ങുകയും ചെയ്ത്. അതിനുശേഷം വന്ന പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശൈലജ ടീച്ചർ നേരിട്ട് വരുമ്പോഴും ഞാൻ സാക്ഷിയാണ്. ടീച്ചർ ഇവിടെ പ്രസംഗിക്കുമ്പോഴും അടിമാലി ഗവൺമെൻറ് ആശുപത്രിയെ പ്രത്യേകം പരിഗണിക്കുമ്പോഴും ഒക്കെ. പിന്നീട് ശ്രീമതി വീണ ജോർജ് വരുന്നു. ഇവരൊക്കെ അടിമാലിയെ സംബന്ധിച്ച് ഫണ്ട് കൈമാറിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. അതാണല്ലോ ബ്ലോക്ക് പഞ്ചായത്ത് തീർച്ചയായിട്ടും വലിയ കാര്യമാത്ര പ്രസക്തമായി ഇവിടെ ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം കാലാകാലങ്ങളിൽ ഗവൺമെൻറ് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല നിലയിലുള്ള ചികിത്സയല്ലേ ഉറപ്പാക്കേണ്ടത്? അതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ഭരിക്കുന്ന ബോഡി ഏതാണെങ്കിൽ പോലും അവരുടെ കീഴിൽ വിട്ടുകിട്ടപ്പെട്ട സ്ഥാപനങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുക ജനങ്ങൾക്ക്. അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് LDF ഗവൺമെൻറ്റാണ്. നമുക്കറിയാം, VM സുധീരൻ്റെ കാലത്താണ് ഇവിടെ ബ്ലഡ് ബാങ്ക് അനുവദിച്ചത്. ഇതുവരെ അത് തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താ? ഫയൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ട് അയക്കുമ്പോൾ തിരിച്ചു വരും. അത് നമ്മളെ കൊണ്ട് തുടങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പല പ്രവർത്തനങ്ങളും, നമ്മുടെ ഒഫ്താൽമോളജിയുടെ ഒരു മിനി ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും വന്നിരിക്കുന്നതാണ്, ഡോക്ടർ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ നമുക്കത് തുടങ്ങാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സാറിനറിയാവുമല്ലോ, നമ്മൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇവിടുത്തെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെയുള്ള ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം വളരെ സേവന സന്നദ്ധരായിട്ടുള്ള 10-40ഓളം ഡോക്ടർമാരുണ്ട്, 160ഓളം HMC ഉൾപ്പെടെ PSC ഉൾപ്പെടെ സ്റ്റാഫുകളുണ്ട്, 100 ബെഡോളം കിടത്തി ചികിത്സയുണ്ട്. അത് എല്ലാ സംവിധാനം, മരുന്നില്ലാത്തപ്പോൾ നമ്മൾ മരുന്നിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നീക്കി വയ്ക്കാറുണ്ട്. ആശുപത്രിക്ക് എന്താവശ്യം വന്നാലും നമ്മൾ ഫണ്ട് നീക്കി വയ്ക്കുകയും അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ DHS അവിടെ ഇതിൻ്റെ സെക്രട്ടറിയെ
നിയന്ത്രിക്കുന്ന ആൾക്കാർ നമ്മളല്ല, അതുപോലെ തന്നെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ നമ്മളല്ല. അതെല്ലാം മുകളിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഗവൺമെന്റിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് തന്നെ ചെയ്യണം. നമുക്കറിയാം സാറേ, വേറൊരു കാര്യവും കൂടെ, ഇവിടെ ഈ ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് വളരെ പാവപ്പെട്ടവരായ ആൾക്കാർ ഉണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള മോർഫിൻ എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ട്, വേദന സംഹാരി ഗുളികയാണ്. അത് നമ്മുടെ ഈ താലൂക്കിൽ ഒരു ആശുപത്രികളിലും ഇല്ല. നമ്മളത് DMOയോട് ആവശ്യപ്പെട്ടു, നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിയിൽ അതിനുള്ള സംവിധാനം ഒരുക്കി മോർഫിൻ ഗുളിക കൊടുക്കാനൊരു സംവിധാനം ഉണ്ടാവണമെന്ന്. ഇതുവരെ വന്നിട്ടില്ല. ഉൾപ്പെടെയാണ് വേദന സംഹാരിയാണ്. അപ്പൊ ഈ പാലിയേറ്റീവിലൊന്നും അതില്ല. മോർഫിൻ ഗുളിക നമ്മുടെ ഈ താലൂക്കിൽ ഒരു ഹോസ്പിറ്റലുകളിലും ഇല്ല. അത് ഗവൺമെന്റ് സപ്ലൈ ചെയ്യണം. അതിന് ഫണ്ട് ഇല്ല എങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് വേണമെങ്കിൽ മാറ്റിവെക്കും. ഇതിനൊക്കെ വേണ്ടി ഒരു വികസന സമിതി ഇല്ലേ നമുക്ക്? HMC ഉണ്ട്, ആശുപത്രി വികസന സമിതി ഉണ്ട്. HMC എന്നാണ് പറയാ. ആശുപത്രി ഉണ്ട്. അവരുടെ സേവനങ്ങൾ വളരെ നല്ല രീതിയിൽ ആശുപത്രിക്ക് കിട്ടാറുണ്ട്. വേണ്ട വേണ്ട കാര്യങ്ങളിൽ അവർ ഇടപെടാറുണ്ട്. അതിനകത്ത് ആരാണ് പ്രതിനിധികൾ? രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ്. അതെ, പിന്നെ നിയമസഭാ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, അതുപോലെ തന്നെ പ്രാതിനിധ്യമുള്ള എന്ന് പ്രത്യേക ക്ലോസ് ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അങ്ങനെ ഇല്ല, 3 മാസത്തിൽ ഒരിക്കലെങ്കിലും കൂടണമെന്നേ ഉള്ളൂ. അത് കൂടാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി വേണമെങ്കിലും തീരുമാനങ്ങൾ, അവരുടെ സജഷൻസ് ഒക്കെ പരിഗണിക്കാറുണ്ട്. പിന്നെ അവരുടെ സജഷൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പരിഗണിക്കാറുണ്ട്. അവരാണോ ഇവിടെ നമുക്ക് താൽക്കാലിക ജീവനക്കാരെയൊക്കെ നിയമിക്കുന്നത്? അവരെന്നല്ല, HMC എന്ന് പറയുന്നതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട്, ഡിവിഷൻ മെമ്പർ ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം നിയമിക്കുന്നത് അവര് എന്നുള്ളതല്ല, അത് ഇന്റർവ്യൂവിലൂടെയാണ് നമ്മൾ എടുക്കുന്നത്. ആ ലിസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബ്ലോക്ക് കമ്മിറ്റിയിൽ വരും, നമ്മൾ അനുമതി നൽകും. അങ്ങനെയാണ് നിയമിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇപ്പൊ ഡോക്ടർമാർ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടെന്ന് ഇപ്പോൾ സൂചിപ്പിച്ചു. അതിന് ആവശ്യമായ മരുന്നുകൾ ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ മറ്റു തൊഴിലാളികൾ, ഇപ്പൊ മറ്റ് സ്റ്റാഫ്, ഈ നഴ്സിംഗ് അസിസ്റ്റൻസ്, മറ്റു പോലുള്ള ആളുകൾ, നഴ്സസ്, ഇവരിങ്ങനെയുള്ള സ്റ്റാഫിന്റെ അഭാവം ഉണ്ടോ? ചെറിയ തോതിലുള്ള കുറവുണ്ട് എങ്കിൽ പോലും HMCയിൽ നിന്ന് എടുക്കാവുന്നിടത്തോളം ആൾക്കാരെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാം, HMCക്ക് ലഭിക്കുന്ന ഫണ്ടിൻ്റെ 60% നമുക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം 60% ശമ്പളം കൊടുക്കത്തക്ക ജീവനക്കാരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി PSC, NHM വഴി. സമയത്തിന് കുറവുകൊണ്ടാണ്. സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഈ സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന സാധാരണക്കാരായ ആളുകൾക്ക് നല്ല പെരുമാറ്റം ലഭിക്കണം, കാര്യത്തിൽ സംശയം വേണ്ടല്ലോ. പണ്ടൊന്നും അത് വളരെ പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാ രംഗത്ത് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ അത്തരം സ്വഭാവങ്ങളൊക്കെ മാറി നല്ല പെരുമാറ്റത്തിലേക്ക് സർക്കാർ ഓഫീസുകളൊക്കെ വരുന്നുണ്ട്. ഇന്നലെയാണ് ഹൈക്കോടതി ഇടപെട്ട് സർക്കാർ ജീവനക്കാർ നിങ്ങൾ യജമാനന്മാരല്ല എന്ന വലിയ ഒരു താക്കീത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സേവകരാണ്. ഇതൊക്കെ എല്ലാ ആളുകൾക്ക് അറിയാവുന്നതാണ്. എന്നാൽ അവരൊരു വലിയ ഉപരിവർഗമായിട്ടാണ് അവർ പലപ്പോഴും സാധാരണക്കാരോട് ഇടപെടുന്നത്. അപ്പോൾ ആ തരത്തിലെ ഒരു ഉപരിവർഗ ജീവികളായി ഇടപെടാതിരിക്കാനുള്ള ഒരു സംവിധാനം ഈ ആശുപത്രിയിൽ പലപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലിലൂടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അറിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിലും ഇടപെടാറുണ്ട്. അല്ലെങ്കിൽ പോലും നമ്മൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ജനങ്ങളോട് ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിൽ പെരുമാറണമെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം പറ്റുന്നവരാണ് എല്ലാ ജീവനക്കാരും. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അത് തന്നെയല്ല, വേദനയുള്ള ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. രോഗമില്ലാത്തൊരു ഹോസ്പിറ്റലിൽ വരുന്നില്ലല്ലോ. രോഗികൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു നോട്ടവും കൊണ്ടോ ഒരു ചിരി കൊണ്ടോ ഒക്കെ അവർക്ക് ആശ്വാസമാകാമെങ്കിൽ അത് നൽകണമെന്നാണ്. അതെ, അത് നൽകണമെന്നാണ് നമ്മൾ പറയുന്നത്. പരമാവധി ആൾക്കാരത് ശ്രദ്ധിക്കാറുണ്ട്. എങ്കിലും ചിലരുടെ ഭാഗത്തു നിന്നൊക്കെ അല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുകയും സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് ആവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും. അവസാനമായിട്ട് ഈ ഇങ്ങനെ ഒരു കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറെ ഒരു ദിവസം അടിമാലിലെത്തിക്കാനുള്ള ഒരു തീവ്ര ശ്രമം നടത്തിയത് പരാജയപ്പെട്ടതിൽ ദുഃഖമുണ്ടോ? ദുഃഖം മാത്രമേ ഉള്ളൂ. കാരണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുന്നത്, ജനങ്ങൾ അത് വിലയിരുത്തട്ടെ എന്താണെന്നുള്ളത് നമുക്കതേ പറയാനുള്ളൂ. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും പാർട്ടി അതിനകത്ത് പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പാർട്ടി എന്നുള്ളതല്ല, ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം ഇല്ലാതാക്കുന്നതിനോട് അത് ആരായാൽ പോലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്.
അതിലൊരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നാണ് അങ്ങ് ഇത് പറയുന്നത്. തീർച്ചയായിട്ടും ആ വിഷമം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഇതാരാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ ദുരൂഹമായിരിക്കുകയാണ്. കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പം നമുക്കത് കൂടുതൽ അന്വേഷിക്കാം. ഒരുപക്ഷെ ഇത് കൂടുതൽ സമയത്തേക്ക് ഒരു കാർഡിയോളജിസ്റ്റിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാവാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. സമയക്കുറവ് മൂലമാണ്, ഇത്ര കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ടായിരുന്നു. സമയക്കുറവ് മൂലം കൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഈ ഒരവസരത്തിൽ സ്റ്റുഡിയോയിലെത്തുകയും ഈ വിവാദപരമായ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്ത വൈസ് പ്രസിഡന്റ് ഷാൻഡി ബേബിക്ക് മീഡിയ നെറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. ആശുപത്രി കാര്യങ്ങൾ ഇനിയും ഒട്ടേറെ ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടാകും. നമ്മൾ വീണ്ടും ഇത് തുടരും. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു തുറന്നു പറച്ചിൽ ആവശ്യമാണ്. തർക്കങ്ങൾ തുടരട്ടെ, വിവാദങ്ങളും തുടരട്ടെ. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാർക്ക് നല്ല ചികിത്സ ലഭ്യമാകണം എന്ന കാര്യത്തിൽ മാത്രം തർക്കങ്ങളില്ല. അത് എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിച്ചു നിന്ന്, ജനപ്രതിനിധികളും ഒന്നിച്ചു നിന്ന് ഉറപ്പാക്കുക തന്നെ വേണം. നന്ദി, നമസ്കാരം.